പ്രധാനമന്ത്രിയായത് വോട്ട് മോഷ്ടിച്ച്. ഇത് ജൻസികൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിമർശനങ്ങൾ ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി പ്രധാനമന്ത്രിയായത് വോട്ട് കൊള്ളയിലൂടെയെന്നും ഇത് ജൻസികൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങളുടെ കൈവശം ധാരാളം മെറ്റീരിയലുകളുണ്ട്. വോട്ട് മോഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തുറന്നു കാണിക്കും. തെരഞ്ഞെടുപ്പ് കൊള്ള നടത്തിയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അപ്പാടെ മോഷ്ടിച്ചും അട്ടിമറിച്ചുവെന്നാണ് മോദി പ്രധാനമന്ത്രിയായത്. BJP തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വോട്ടുകൾ മോഷ്ടിക്കുകയാണ്. ഇവയെല്ലാം ഇന്ത്യയിലെ ജൻസി യുവജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിൽ സംശയം വേണ്ട എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഹരിയാനയിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവ് സഹിതം ഇത്രയേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല. താൻ ഉന്നയിച്ച കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്നില്ല. എന്നാൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിരന്തരം സംരക്ഷിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വ്യാജ വോട്ട്, വ്യാജ ഫോട്ടോ എന്നിവയെ BJP ന്യായീകരിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കുകയുമാണ്. മോദിയും അമിത്ഷായും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൂനെയിൽ നിന്നുള്ള ഒരു യുവ അഭിഭാഷക പങ്കുവച്ച മഷിപുരണ്ട വിരലിന്റെ ചിത്രം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. BJP തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച വോട്ടുകൾ മോഷ്ടിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ഈ സംഭവം വീണ്ടും ശക്തി പകരുന്നതായി വിലയിരുത്തപ്പെടുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന സമയത്താണ് പൂനെ സ്വദേശിനിയായ അഭിഭാഷകയായ ഊർമി താൻ വോട്ട് ചെയ്തതിന്റെ തെളിവായി വിരലിൽ മഷിപുരണ്ട സെൽഫി ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. മോദിഫൈഡായ ഇന്ത്യക്കായി വോട്ട് ചെയ്തു, ജായിക്കെ വോട്ട് ഡാലി ബീഹാർ എന്ന അടിക്കുറിപ്പോടെയാണ് അവർ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഈ ചിത്രം വൈറലായതോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇത് വലിയ വിവാദമാക്കി മാറ്റിയത്. മറ്റൊരു സംസ്ഥാനത്തെ വോട്ടർമാർ മറ്റൊരു സംസ്ഥാനത്ത് വോട്ട് ചെയ്തതിന്റെ ഉദാഹരണമാണിതെന്നും ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളുടെ ഭാഗമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നതായും അവർ കുറ്റപ്പെടുത്തി. ഈ സംഭവം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ബ്രസീലിയൻ യുവതിയുടെ വോട്ടർ പട്ടികയിലെ സാന്നിധ്യം സംബന്ധിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എന്നതാണ് ശ്രദ്ധേയം. ഇത് വോട്ട് ചോരിക്ക് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ പ്രധാന തെളിവായി വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ വിദേശ പൗരയുടെ ചിത്രം ഉൾപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് പലതവണ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ പുതിയ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നത്.